കർക്കിടക വാവ് പ്രമാണിച്ച് വള്ളത്തിൽ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാവേ. അതുകൊണ്ട് ഇന്ന് 2 കിറ്റ് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുവാണേ. വള്ളത്തിലെ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഇന്ന് വ്രതമാണ്, ഒരിക്കൽ ഊണാണ്. അപ്പോൾ പിന്നെ മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ല, എല്ലാവർക്കും ബലിയൊക്കെ ഇടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് സാമ്പാർ വെക്കാൻ പോകുന്നത്. എല്ലാം ചേരണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം അരിഞ്ഞെടുക്കുവാണ്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞു, ഇനി കഴുകിയെടുക്കുവാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇനി സാമ്പാർ വെക്കാൻ പോവുകയാണ്. ഒരു പാത്രത്തിലോട്ട് സാമ്പാർ പരിപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി സാമ്പാറിന് നല്ല ടേസ്റ്റും മണവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഉപ്പ് നോക്കാം. ഇനി വേറൊരു ഐറ്റം കൂടി ഞങ്ങൾ ശരിയാക്കുന്നുണ്ട്. കുറച്ച് പപ്പടം കൂടി കാച്ചി എടുക്കുവാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പപ്പടം കാച്ചി എടുക്കാം. ഇനി കുറച്ച് കടുക് വറുത്ത് സാമ്പാറിനകത്ത് ഒഴിക്കാം. അങ്ങനെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് എല്ലാവർക്കും പപ്പടവും സാമ്പാറും. എല്ലാവർക്കും ആവശ്യത്തിന് വിളമ്പി കൊടുക്കുവാണ്. എല്ലാ ദിവസവും മീൻകറി കൂട്ടി ചോറ് കഴിക്കുന്ന ഇന്ന് ഞങ്ങൾ സാമ്പാറും കൂട്ടിയാണ് കഴിക്കുന്നത്. നാളെ കർക്കിടക വാവായതുകൊണ്ട് ഇത് ഒരിക്കലൂടാണ് ഞങ്ങൾ പതിവുന്നത്. അതുകൊണ്ട് ഇന്ന് സാമ്പാറും പപ്പടവും. വർഷത്തിലൊരിക്കൽ മാത്രമേ ഞങ്ങൾ വള്ളത്തിൽ സാമ്പാർ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അത് ഈ കർക്കിടക വാവിൻ്റെ മുമ്പിലത്തെ ദിവസമായിരിക്കും.